കണ്ടില്ലേ കണ്ടില്ലേ എന്താ ഭംഗി. ഇത് റീൽസിലും കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ അല്ലേ, ഞാൻ ഈ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം അല്ലേ. ഇവിടെ താഴെ കണ്ടില്ലേ, ഇവിടെ താഴത്തുണ്ട് ഒരുപാട് ദർഗകൾ കേട്ടോ. അപ്പം എന്താ ഇതും കൂടിയൊക്കെ നമുക്ക് കണ്ടു നോക്കാം. ഇവിടെ താഴത്തുണ്ട്, താഴത്തിപ്പോൾ ഇത് അവിടെ എന്തോ കെട്ടി വെച്ചിട്ടൊക്കെ ഉണ്ട്, എന്താന്നുള്ള ഒരു ഐഡിയ ഇല്ല. അതെന്നാ പാമ്പിൻ്റെ പുറ്റാണോ? ആ പാമ്പില്ലേ, നമ്മളെ പാമ്പിൻ്റെ പുറ്റാന്ന് തോന്നുന്നുണ്ട്. പാമ്പുണ്ടോ അറിയില്ല. ഇവിടെ എന്തോ വിഗ്രഹങ്ങളൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. എന്തോ വിഗ്രഹങ്ങൾ ഉണ്ടല്ലേ, ഇതൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ചിലപ്പം പാമ്പൊക്കെ ഉണ്ടാവും. ഉണ്ടാ പാമ്പിൻ്റെ ഇത് പാമ്പില്ല, എന്താ മാതിരി ഒരു ഇത് വെച്ചത് ഇവിടെ ഇരിക്കും, തെറിയില്ല. ഇത് കണ്ടില്ല ഒരു കുളം, താമര ആമ്പലക്കുളം, ആമ്പലത്തിൻ്റെ കുളം ഉണ്ടല്ലേ. ഇത് താഴത്തുള്ള ഇനി പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ട് ഒരു ഫോർട്ട് കാണാനുണ്ട്. ആ ഫോർട്ടിന് ഇപ്പം എന്തായാലും ഒരു വെയിലാണ്. എന്തായാലും വൈകുന്നേരം സമയത്ത് വന്ന് ആ ഫോർട്ടിലോട്ടൊക്കെ ഒന്ന് കയറാൻ നോക്കണം. എന്തായാലും ഭംഗി ഇവിടുത്തെ. എന്താല്ലേ ഓരോ സൃഷ്ടിപ്പേ. വിഭവങ്ങളുടെ വിദ്യാലയം എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഈ ലോകത്ത് തന്നെയാണ്. അത് കാണാനുള്ള കണ്ണ് തുറന്ന് കിട്ടുക എന്നുള്ളതാണ് ഭയങ്കര പാട്. ഈ കണ്ണ് തുറന്നത് കൊണ്ട് എന്താവണമെന്നില്ല, അത് കണ്ടു എന്നുള്ളത് മാത്രമേ ആവുള്ളൂ. അതൊന്ന് ജസ്റ്റ് ഒന്ന് ആസ്വദിച്ചു. പക്ഷേ അകക്കണ്ണ് തുറക്കുക എന്ന് പറഞ്ഞു കേട്ടില്ലേ, ആ കണ്ണ് തുറന്ന് കിട്ടിയാൽ എന്താണെന്നുള്ളത് ശരിക്കും മനസ്സിലാക്കാൻ കഴിയും. സൂഫിസത്തിലുള്ളൊരു വാക്കാട്ടോ ഞാൻ പറയുന്നത്. അതുപോലെ നല്ല രസകരമായ വാക്കുകളും പറയുന്നുണ്ട്. മൗലാന ജലാലുദ്ദീൻ റൂമി അങ്ങേരുടെ എന്താ പറയുക, പ്രിയപ്പെട്ട ഗുരുവായ ശംസ് തബ്രീസിനെ പ്രണയിച്ചു. അതിൽ ലയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണല്ലോ അങ്ങേര് ഒരുപാട് വാക്കുകൾ, നമ്മളെ മനസ്സിനെ എന്താ പറയുക കൂട്ടിപ്പിടിക്കുന്ന വാക്കുകൾ നമുക്കായിട്ട് രചിച്ചു വെച്ചിട്ടുള്ളത്. അത് വായിച്ചവർക്കറിയാം. അതിൽ പറയുന്നൊരു വാക്കുണ്ട്, നീ എന്താണോ തേടുന്നത് അത് നിന്നെയും തേടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അതുപോലെ തന്നെയാണിപ്പോൾ എൻ്റെ യാത്രയിലായാലും എൻ്റെ സന്തോഷത്തിലായാലും എൻ്റെ ദുഃഖത്തിലായാലും. അവിടെ ഒരു കോട്ടൊക്കെ കാണുന്നത് പോയേക്കാം. ആ ദുഃഖത്തിലും ആ സന്തോഷത്തിലും എന്തു ചെയ്യണം, നമ്മൾ അറിയണം. നമ്മളെ തന്നെ അറിയണം. നീ നിന്നെ അറിഞ്ഞാൽ പിന്നെ എല്ലാം അറിഞ്ഞു എന്നാണ് പറയുന്നത്. ആര്? റൂമി പറയുന്നത്. അതുപോലെ ഒരു മഹാൻ, അവരുടെ പേര് എനിക്ക് ഓർമ്മയില്ല, അവർ പറഞ്ഞിട്ടുണ്ട്, യാത്ര ചെയ്യുന്നവൻ എപ്പോഴും ഒഴുകുന്ന നദി പോലെയാണ്, എല്ലാത്തവൻ കെട്ടി നിൽക്കുന്ന വെള്ളം പോലെയാണെന്നതാ. സത്യമാണ്. ഒരു വീട്ടിലൊരു എന്താ പറയുക, വീടിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താ ചെയ്യുക, ഒളിച്ചിരിക്കുന്ന പോലെയാണ് റൂമിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്. ആ റൂമിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ പിന്നെ പുറമേയുള്ള ഒന്നും കാണുന്നില്ല, അവിടെ അടച്ചു പൂട്ടിയിരുന്ന നമ്മളെ മനസ്സും അതുപോലെ ആവുകയാണ്. അതാ പറഞ്ഞത്, നിങ്ങൾ വീടിൽ നിന്ന് വെളിയിൽ നിന്ന് ഇറങ്ങുമെന്നുള്ളത്. പിന്നെ അതുപോലെയാണ് വീട് വിട്ട് ഇറങ്ങാത്തവരുമായിട്ട് ഒരിക്കലും യാത്ര ചോദിക്കരുത് എന്നുള്ളത്. എന്താ നമ്മളെ യാത്രയിൽ നമ്മളെ വീട്ട് ഇറങ്ങുമ്പോൾ തന്നെ എന്തോ ഒരു നെഗറ്റീവ് വാർത്താവും പറയുക, അവിടെ പോകണ്ട, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അങ്ങനെയുള്ളവരോടൊന്നും ഒരിക്കലും എന്ത് ചെയ്യുക, നിങ്ങൾ യാത്ര ചോദിക്കാതെ ഇരിക്കുക. നിങ്ങളുടെ സന്തോഷം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ യാത്രയിലായിരിക്കും കിട്ടാതിരിക്കുന്നത്, നിങ്ങൾ കാണുന്ന ഓരോ കാഴ്ചയിലായിരിക്കും. അത് കാണുമ്പോഴേ അറിയുള്ളൂ. അല്ലാത്ത പക്ഷം എന്താണ്, വെറും സീറോയാണ് അല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അപ്പോൾ ഇവിടെ മറ്റൊരു കാഴ്ച നമുക്ക് എന്തായാലും കാണുന്നില്ലേ, കണ്ടില്ലേ എന്താ ഭംഗി. ഇത് റീൽസിലും കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ അല്ലേ, ഞാൻ ഈ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം അല്ലേ. പഴയകാല പുരാതനമാണ് ഇതെല്ലാം, പുരാതന കാഴ്ചകളാണ്. അതിപ്പോഴും അതുപോലെ എന്താണ്, ആ ചെങ്കല്ലിൽ കോർത്ത് പിടിപ്പിച്ച ആ ഭംഗിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. എന്താ ഇവിടെ കുറച്ച് വെള്ളങ്ങളൊക്കെ ഉണ്ട്. എന്താ എത്ര മനോഹരമായിട്ടാണ് ആ കൊത്തുപണികൾ കഴിച്ചു കൂട്ടിയിട്ടുള്ളതല്ലേ. എന്തായാലും ഭംഗി കാണാൻ. എന്തായാലും തീർച്ചയായും നിങ്ങളൊക്കെ എന്താ ചെയ്യുക, അവിടെയൊക്കെ ഒന്ന് വന്ന് ഇതൊക്കെ ഒന്ന് കാണുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. എത്ര തൂണുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2, 4, 6 തൂണ്. അപ്പുറത്തും ഇപ്പുറത്തും 6ആയി വരുമ്പോൾ 8 തൂണ്. പിന്നെ
3 സൈഡിൽ ചുമര് വരുന്നത് കണ്ടില്ലേ. ഒക്കെയാണ് ഇവിടെ കാണാനുള്ളത്. ഇരുന്നിട്ട് എന്ത് തണലറിയോ. ആ വെയിലത്ത് നിന്ന് ഇങ്ങോട്ട് കയറിയപ്പോൾ ഭയങ്കര തണുപ്പ് ഇതിൻ്റെ ഉള്ളിലല്ലേ. കുളിരില്ല ഇതുക്കുള്ള ഭയങ്കര തണുപ്പ് കണ്ടില്ലേ. ഒരു രക്ഷയില്ല. വണ്ടിക്കാ എന്താ അവിടെ കണ്ടില്ല. ഇവിടെ കാണാനുള്ള നല്ല രസമുള്ള സൈഡിൽ കണ്ടില്ല നല്ല മരത്തണല്. അതിൻ്റെ ഉള്ളിൽ കൂടി കണ്ടു താഴെ കണ്ടില്ലേ നല്ല പൂയൊക്കെ ഇട്ടിട്ട് പൂയൊക്കെ പോയിക്കണേ. അപ്പോൾ നല്ല എന്താ പറയുക കെട്ടി പടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൂടി നടക്കുക ഈ മരത്തിൻ്റെ ഈ തണലിൻ്റെ. ഇവിടുന്ന് ആ കോട്ടണ്ട ഇത് കാണുമ്പോൾ തന്നെ ഓഫ് എൻ്റെ ഉമ്മ കാണാനുള്ളൊരു ഭംഗി അത് വേറെ തന്നെ. എന്നാലും ഭയങ്കര ഭംഗിയായി പോയി കാണാൻ. അവിടെ കണ്ട പാമ്പിൻ്റെ അത് കണ്ടില്ലേ. പാമ്പിൻ്റെ പുറ്റാണ് കാണുന്നത്. നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല. എന്തായാലും അങ്ങോട്ടൊന്നും ഇറങ്ങുന്നില്ല. വെറുതെ റിസ്ക് എടുത്തിട്ട് പാമ്പ് അടിച്ചിട്ടേ. നല്ല കുളങ്ങൾ ഇവിടെയൊക്കെ വെള്ളമായിരുന്നു. വെള്ളം മഴ വന്നാൽ എന്തിക്കുള്ളെല്ലാം തണ്ണിയായിരിക്കും അല്ലേ. അതുക്കുള്ള ഇവിടെ എല്ലാം വെള്ളമാവും. ഭയങ്കര വെയിൽ. ഫോണൊക്കെ ഉണ്ട് ഹീറ്റാവുന്നു. അങ്ങനെ എന്ത് ചെയ്ത് താഴത്തോട്ട് ഇറങ്ങി. അപ്പോൾ അതാ ഗേറ്റ്. നമ്മളെന്ത് ചെയ്യുക നമ്മളെ റൂമിലോട്ട് പോകാനുള്ള പരിപാടി. നീ വണ്ടി എടുത്ത് പോകാൻ എനിക്ക് കടക്ക് മുന്നാടി നിൽക്കുന്നു. എന്ത് ചെയ്താ ഇവിടെ കച്ചവടങ്ങളെ കണ്ടില്ലേ. ഇവിടെ നിന്ന് പുഷ്കയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുഷ്ക ബിരിയാണി ഉണ്ട് അങ്ങനെയുള്ള. ഇവിടെ നിന്നുള്ള അതാ ആ മല കണ്ടില്ലേ. പഞ്ചമല പാണ്ടി എന്താ പഞ്ചമല പാണ്ടി അങ്ങനത്തെ പേര് എനിക്ക് വായ കിട്ടുന്നില്ല. ഈ കടയിൽ കയറിയിട്ട് എന്താ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുടിക്കാന്നുള്ള പരിപാടിക്കാ. എന്താണ് നമ്മൾ ഇനി അങ്ങോട്ടാണ് പോവാനുള്ളത്. ഇതാണ് അവിടേക്കുള്ള റോഡ് കേട്ടോ. അതായത് ഞങ്ങൾ തിരിച്ചു പോവാണ്. ആർക്കാട് നിന്ന് വെറും 5 കിലോമീറ്റർ ഉള്ളൂ ഇങ്ങോട്ട്. അതിർത്ത് എന്താ പറയുക ബാഗംവാടി എന്ന് പറഞ്ഞാലും മനസ്സിലാവും. എന്നുണ്ടെങ്കിൽ മീറാൻ വലി നഗർ എന്ന് പറഞ്ഞാലും മനസ്സിലാവും. ഉണ്ടാവും. നല്ല രസമുള്ള റോഡല്ലേ. അപ്പോൾ ഇവിടെ വേറൊരു മലയുണ്ട്. ആ മലൻ്റെ മുകളിൽ ഒരു ഫോർട്ട് കണ്ട്. എന്തായാലും ഇപ്പം അങ്ങോട്ട് കയറുന്നില്ല. ജസ്റ്റ് ഇവിടെ നിന്ന് ഈ വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. കാണുന്നുണ്ടോ നോക്കിക്കോടി. കണ്ടില്ലേ അതാണ് ആ ഫോർട്ട്.